ഹലോ മുത്തുമണികളെ, എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ബുധനാഴ്ച എടുത്തതാണ് കേട്ടോ. ബുധനാഴ്ച എടുത്തൊരു വീഡിയോ ആണ് തന്നെ സമർപ്പിക്കുന്നത്. ഇത് നമ്മുടെ രാജുവേട്ടൻ്റെ വീടാണ്. നമ്മുടെ ജിത്തു വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലുണ്ട് നമ്മുടെ വാളോറങ്ങിലുള്ള കേട്ടോ. നമ്മൾ വീടിൻ്റെ കുറച്ചൊന്ന് പോരണം. അപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾ ഇന്നലെ വാർപ്പിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെയല്ല, കഴിഞ്ഞ ബുധനാഴ്ച കേട്ടോ. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ അവർക്കൊരു ആഗ്രഹിച്ച പോലുള്ളൊരു വീട് കയറുകയാണ് കേട്ടോ. എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ. ചോർന്ന് ഒലിക്കുന്ന രീതിയിലും പൊളിഞ്ഞാടാനായതും ഒരു ഭാഗം പൊളിഞ്ഞാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വീടായിരുന്നു അവരത്. ഇനി ആ ഒരു ഭയവും കാര്യങ്ങളൊന്നും വേണ്ട, ഉള്ള വീട് നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 3 റൂമും അത്യാവശ്യം വലിയ, എന്നാൽ അത്ര വലുതല്ല എന്ന പാകത്തിനായിട്ടുള്ള നമ്മൾ സാധാരണക്കാരതായിട്ടുള്ള ഒരു ഹാള് വീട് കേട്ടോ. ഈ ഒരു വീട്ടിലാണ് കേട്ടോ അവരിപ്പോൾ താമസിക്കുന്നത്. അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ ജയിച്ച്. കാരണം നമ്മൾ പറഞ്ഞാൽ മെലിഞ്ഞ ആളൊന്നല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. കുറേ പട്ടികകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാതെ. ആ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ലൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വേഗം പോകുന്നു കേട്ടോ. അപ്പോൾ 3 റൂമും അതുപോലെ തന്നെ ഹാളും ഒരു സിറ്റ് ഔട്ടും ആയിട്ടാണ് കേട്ടോ. അടുക്കള അങ്ങനെ പുറത്തേക്ക് പിന്നെ എടുക്കുകയാണെന്നാണ് പറഞ്ഞത് കേട്ടോ അവർ. അപ്പം കുഴപ്പമില്ലാണ്ട് നല്ലൊരു വീട് കേട്ടോ. അപ്പോൾ ആ ഒരു അവിടെ കാണുന്ന ഓറഞ്ച് വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാർപ്പൊക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ വാർപ്പും കൂടി ഇങ്ങനെ കൂട്ടുകാരെ കാട്ടിത്തരാം കേട്ടോ. നല്ല മഴയാണ് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വോയിസ് കൊടുക്കാൻ നിൽക്കുന്ന സമയത്താണ് ഈ മഴ കേട്ടോ. നമുക്ക് എപ്പോഴേലും ഒഴിവുള്ള സമയത്താവും ഒന്ന് വോയിസ് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ആ സമയത്തുള്ള മഴേൻ്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത് കേട്ടോ. നമ്മൾ വീഡിയോൻ്റെ കൂടെ തന്നെ ഒരു ഇത് തോന്നുന്നുണ്ടായിരിക്കില്ലേ നിങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ വാർപ്പ് കഴിഞ്ഞ് വാർപ്പിൻ്റെ മുകളും ഇതാണ് കേട്ടോ വീടിൻ്റെ. ഇത് അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണ്. എന്നും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അതിനിടയിൽ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം ശ്രീയേട്ടനൊരു ചെറിയൊരു ഓട്ടമുണ്ടായിരുന്നു ഒരാളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പാറും ചാരും ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ വീടൊക്കെ കാണട്ടെ ഏട്ടാ, നിങ്ങളെ വരുന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശ്രീയേട്ടൻ എത്തിയിട്ടോ. അവരും ഭക്ഷണം കഴിച്ച് പോയതിന് ശേഷമാട്ടോ ഞങ്ങൾ ലാസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് അങ്ങോട്ട് കഴിക്കാൻ പറ്റിയിട്ടോ. കാരണം അമ്മയും അവരമ്മയും അതുപോലെ തന്നെ നമ്മുടെ വിജിത്ത് ചേച്ചിനെ പല ആളുകൾക്കും അറിയാമല്ലോ. എൻ്റെ ചാരും പാറും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ. ഭക്ഷണം എന്താകാണ്. അപ്പോൾ ചാരുവിനും പാറുവിനും ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. അപ്പോൾ ഞാൻ പറയാം ഫുള്ള് കഴിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ആ കഴിക്കുന്നു. എന്നിട്ട് അവസാനം ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നിട്ടോ. ചാരുട്ടന് പിന്നെ യാതൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഓൻ ആരടുത്തേക്കും പോകും കേട്ടോ. അപ്പോൾ വിജിത്ത് ചേച്ചി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചാരുട്ടനെ. പിന്നെ ഞാനും ശ്രീകരനും കുട്ടികളും എല്ലാവരും കൂടി അങ്ങോട്ട് ഭക്ഷണം കഴിച്ചു. പിന്നെ ഇതിപ്പോൾ ഇന്നെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ നല്ലൊരു മഴ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഡ്രസ്സും ഒക്കെ തോരിടാനും ഇതാക്കാനും സ്ഥലമില്ല. അപ്പോൾ ശ്രീകരൻ അകത്തൊരു അയക്ക് കെട്ടി തന്നിട്ടുണ്ട്. അല്ലേ തന്നെ റൂമിൻ്റെ ഉള്ളിലെ ജനൽമേലൊക്കെയാണ് ഫുള്ള് ഡ്രസ്സ് തോരിടുന്നത്. അപ്പോൾ അയക്ക് അകത്ത് കെട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ പാറു ചവിട്ടിയുണ്ടോ ആൾ കിടക്കുന്നവളോടെ നീക്കാണ് ഡാമയുടെ കേൾക്കുന്നത്. ഓളതൊരു കളിയായിട്ട് കണ്ടുകൊണ്ടിരിക്കേണ്ട തിരുമ്പിട്ട് ചവിട്ടിയാണ്. എന്നാലും ഇപ്പോൾ നമ്മൾ ചവിട്ടിയല്ല അപ്പോൾ അതിലാണ്ട പരിപാടി. പിന്നെ ഞാൻ ഒന്ന് വെയിലായി ഒന്ന് ഇറക്കി എന്നോടാണ് തുണികൾ കുട്ടികളുടെ ട്രൗസറും കാര്യങ്ങളൊക്കെ ഉണങ്ങി കിട്ടില്ല കേട്ടോ. അത് അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഉണങ്ങി കിട്ടുള്ളൂ. ഒക്കെ ജനലിൻ്റെ ഇങ്ങനെ കമ്പിമക്കൂടെ ചെറിയ അയക്കി കെട്ടി തന്നെ അയമക്കൂടെ കിടക്കുകയാണ് കേട്ടോ. ചെറിയൊരു വെയിൽ ഇറക്കുന്ന സമയത്ത് ഞാൻ ഏട്ടൻ്റെ കാക്കിക്കത്തും അമ്മേനെ മേടിച്ചാണ് പുറത്തിറക്കുന്നുണ്ടായിരുന്നു. അതങ്ങോട്ട് വലിച്ചങ്ങോട്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വിചാരിച്ചു ആ ഒരു ഷീറ്റും താർപ്പായ ഷീറ്റുണ്ടല്ലോ, ആ ഷീറ്റിൻ്റെ ഇതിലേക്ക് ഞാൻ കുട്ടികളുടെ ട്രൗസറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിടാമെന്ന്. അങ്ങനെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുണികൾ എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടോ. പക്ഷെ അതിലൊരു അമളി വെച്ചു. ആ തുണികൾ എടുത്തുകൊണ്ട് ഞാൻ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് പോരാൻ നിന്നപ്പോഴേക്കും അക്കടക്കുള്ള പേരും മഴ കേട്ടോ. അതുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ലൈവായിട്ടാണ് കാണിച്ചു തരാം. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മഴയാണെന്നൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ. ഏകദേശം ഇപ്പോൾ സമയം കുറേ ആയല്ലോ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നാൽ ഇപ്പം അങ്ങനെ എടുത്ത് വെച്ചിട്ട് അപ്ലോഡ് വിടുക. അതാണ് കേട്ടോ നമ്മുടെ ഒരു പരിപാടി. അല്ലെങ്കിൽ മുൻകൂട്ടി ഏതെങ്കിലും വീഡിയോ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് വിടും കേട്ടോ.
അപ്പോൾ എന്താ തുണിയൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. കുറച്ച് ട്രൗസറുകൾ ഉണ്ടായിരുന്നു കുട്ടികളത്, അത് തന്നെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ബാക്കിയൊക്കെ അവിടെ കിടന്നു. അത്യാവശ്യം വേണ്ടതൊക്കെ നോക്കിയിട്ട് വെയിലുണ്ടെങ്കിൽ ഷീറ്റിൻ്റെ മേലേക്ക് ഇടല് വിചാരിച്ചിട്ട് അങ്ങനെ ഷീറ്റിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ടാണ് കേട്ടോ ഗൈസ്. ഇതേപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഇട്ട് കൊടുത്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തുണികളൊക്കെ അവിടെ അങ്ങോട്ട് കിടന്നു. ഇനിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്നുകൊണ്ട് ഉണങ്ങിയിട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്ര മാത്രമേ ചോദിച്ചു. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും എല്ലാവരോടും ബൈ ബൈ പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം കാണാം. ഇന്ന് പ്രത്യേകിച്ച് വലിയൊരു വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായില്ല. ഇതന്നെ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ. അപ്പോഴേക്കും ഈ തുണിയിൽ കഴിഞ്ഞ് വന്നപ്പോഴേക്കും തന്നെ മഴ നന്നായിട്ട് പെയ്യൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തുണിയൊക്കെ ഒന്നായിട്ട് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. കഴിഞ്ഞിട്ടൊരു മഴേൻ്റെ വരവും. ഇത് തോരിടാൻ നേരം ഉണ്ടായില്ല, അപ്പോഴേക്കും മഴ പെയ്യാൻ കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ എന്താ അങ്ങനെ ഇങ്ങനെ പോയി. ഞാനങ്ങനെ നിരത്തി ഇടുകയാണ് കേട്ടോ, നിരത്തിയോണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാ മുത്തുമണിയോട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്മിൽ ടാറ്റ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.